നമസ്കാരം. തന്റെ പാൻ കാർഡ് ഉപയോഗിച്ച് വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് നികുതി വെട്ടിച്ചെന്നു കാണിച്ച് കൊല്ലം സ്വദേശി സുമേഷ് നൽകിയ പരാതിയിൽ സൈബർ സെൽ അന്വേഷണമുണ്ടായേക്കും. സൈബർ കുറ്റകൃത്യമായതിനാൽ GST വകുപ്പിന് അന്വേഷിക്കാനും സാധിക്കില്ല. സമാനതകളില്ലാത്ത തട്ടിപ്പാണ് ഈ വിഷയത്തിൽ നടന്നത്. ജോലി ഒഴിവുണ്ടെന്ന പരസ്യം കണ്ട് അപേക്ഷിച്ച കിളിക്കൊല്ലൂർ സുരേഷ് വിലാസത്തിൽ സുമേഷിന്റെ പാൻ കാർഡിന്റെ പകർപ്പ് ഉപയോഗിച്ച് ഇ-വേസ്റ്റ് വ്യാപാരത്തിനുള്ള GST രജിസ്ട്രേഷൻ തരപ്പെടുത്തുകയായിരുന്നു. കേന്ദ്ര GST വകുപ്പിന് പരാതി നൽകിയ ശേഷവും തട്ടിപ്പ് സംഘം 6.19 കോടിയുടെ ഇടപാട് നടത്തിയെന്നതാണ് വസ്തുത. GST വകുപ്പ് അധികൃതർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് തന്റെ പേരിൽ കോടികളുടെ ഇടപാട് നടന്ന വിവരം സുമേഷ് അറിഞ്ഞത്. ഇതോടെ പരാതി നൽകി അതിനുശേഷവും തട്ടിപ്പ് തുടരുകയാണ്. പോലീസിനെയും സുമേഷ് സമീപിക്കും. എന്നാൽ GST വകുപ്പിന് വിഷയത്തിൽ വേണ്ടവിധം ഇടപെടാൻ കഴിഞ്ഞില്ലെന്ന ആരോപണവും ശക്തമാണ്. സുമേഷിന്റെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് ആക്രി സാധനങ്ങൾ വിൽക്കാതെ 33 ഇ-വേ ബില്ലുകൾ വഴി 6.02 കോടിയുടെ കച്ചവടം നടത്തിയതായി രേഖയുണ്ടാക്കി. 5 അന്തർ സംസ്ഥാന ഇ-വേ ബില്ലുകൾ വഴി 17.08 ലക്ഷം രൂപയുടെ ഇ-വേസ്റ്റ് ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു. ബാങ്ക് വഴി അല്ലാതെ നേരിട്ട് പണമിടപാട് നടത്തുന്ന തട്ടിപ്പ് സംഘം നികുതി നൽകാതെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. രേഖകളിൽ മാത്രമുള്ള വ്യാജ കച്ചവടം വഴി 18% നികുതി തട്ടിപ്പുകാർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായി കവർന്നെടുക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15 സുമേഷിന്റെ പേരിലെ വ്യാജ കടയുടെ പേരിൽ 2 ഇ-വേ ബില്ലുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് പട്ടാമ്പിയിൽ നിന്ന് ഡൽഹിക്ക് ഇ-വേസ്റ്റ് കൊണ്ടുപോകാനുള്ളതാണ്. 3.41 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപ്രകാരം ഈ കച്ചവടത്തിന്റെ നികുതി നൽകേണ്ടത് സുമേഷാണ്. ശനിയാഴ്ച പുലർച്ചെ കേരള അതിർത്തി കടന്ന ഈ വാഹനം തമിഴ്നാട്ടിലെ വിവിധ ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് വഴിയല്ലാതെ ഇത്രയും തുക കൈമാറുന്നതിനാൽ തുടരന്വേഷണവും ബുദ്ധിമുട്ടിലാണ്.